ക്ലാസ് റൂമുകളിനകത്ത് ഇപ്പോഴും നമ്മൾക്ക് തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ചില സമൂഹങ്ങളിനകത്ത് അത് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം തന്നെ ലോകത്തേക്ക് വരുന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ടാണ്. അത് ഒരു 250 വർഷമൊക്കെ ആയിട്ടുള്ളൂ. വീണ്ടും ഈ പറയുന്ന 10,000-നകത്ത് 250 വർഷമേ ആയിട്ടുള്ളൂ. 3 ലക്ഷം വർഷത്തിനകത്ത് വെച്ച് എടുക്കുമ്പോൾ വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുക്കാൻ ഇനി നിങ്ങൾക്ക് പറ്റും എന്ന് പറയുന്ന ബോധരൂപീകരണം നടന്നിട്ടുള്ളത്. അത് കാരണം കൊണ്ട് അതിൻ്റെ എക്സ്പ്രഷനും അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതിനുള്ള സാഹചര്യവും ഒരുക്കുക എന്ന് പറയുന്നത് നടന്നിട്ടില്ലാത്ത സമൂഹത്തിനകത്തുള്ള സംഘർഷമാണ് ഇയാളുടെ ചോദ്യത്തിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലവ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ഗോവയിൽ പോകാൻ ബാധ്യത വരുന്നത്. കാരണം നമ്മൾ അന്യരായിരിക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവരുടെ നോട്ടത്തിൻ്റെ കീഴിൽ പെടണ്ട. അതെപ്പോഴും നമുക്ക് അതുകൊണ്ട് നമ്മൾ ആ സ്ഥലം വിട്ടു പോവുക എന്ന് പറയുന്നത് വഴി ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമാണ്. കാരണം നമ്മുടെ ഐഡന്റിറ്റിയെ പറ്റി മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷെ അപ്പോഴും അവിടെയും ഉള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് വീണ്ടും നിൽക്കാൻ ബാധ്യത വരും. അപ്പോൾ എവിടെയാണോ വളരെ സ്വാതന്ത്ര്യമുള്ള സമൂഹങ്ങൾ ഉള്ളിടത്ത് പോയാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കും. ഇപ്പോൾ ഈ പടിഞ്ഞാറൻ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റി നമുക്ക് ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തത് നഗരങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റി വിശദീകരിക്കേണ്ടാത്തത് കൊണ്ടാണ് നഗരങ്ങളിലേക്ക് പോയിട്ട് ആളുകൾ പ്രണയിക്കും. അപ്പോൾ ആർക്കും ആരെയും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആ സ്വാതന്ത്ര്യയോടുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് കാണേണ്ടതാണ്. കേരളത്തിനകത്ത് സ്ത്രീകൾ പെൺകുട്ടികൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് അവിടെയൊക്കെ സ്വാതന്ത്ര്യത്തോടെ അവർ നടക്കും. അവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്ത സമൂഹമാണ്. പക്ഷെ ഐഡൻറ്റിറ്റി അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പം നഗരത്തിനകത്ത് പോയി നമ്മൾ ആരാണെന്ന് ആരോടും പറയേണ്ടാത്തത്, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാത്ത സ്പേസ് കിട്ടുന്നതുകൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യമായിട്ടുള്ളതായിട്ട് അനുഭവിക്കുന്നത്. അല്ലാതെ അവിടെ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അറിഞ്ഞുകൂടാത്തവർ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ കൺസേൺ അല്ലാത്ത കാരണം കൊണ്ട് അവരെ പറ്റി ഗോസിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട്, അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമാണ് നഗരം. അവിടെ കള്ളന്മാർക്ക് എക്സിസ്റ്റ് ചെയ്യാനൊക്കുന്നതെന്ന് പറയുന്നത് ചതിയന്മാർക്ക് എക്സിസ്റ്റ് ചെയ്യാനൊക്കുന്നത് പോലെ കാമിതാക്കൾക്ക് എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളത്. അതൊരു കോൺഷ്യസ് ആക്ട് അല്ല. കോൺഷ്യസ് ആക്ട് എന്ന് പറയുന്നത് പരസ്പരം തിരഞ്ഞെടുക്കുന്നതാണ് ശരി എന്ന് പഠിക്കുന്നത് വഴിയാണ്. അതുവഴി നമ്മൾക്ക് തിരഞ്ഞെടുപ്പാണ് ശരിയെന്ന് അറിയുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാരെ വീട്ടുകാർ തെറ്റുകാരായി കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മജിസ്ട്രേറ്റിന് മുന്നേ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കത്തില്ലേ നിങ്ങൾ ആരുടെ കൂടെ പോകുന്നത്, അത് ഞാൻ അയാളുടെ കൂടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും തെറ്റുകാരായി. അതുവരെ അവർ ശരിയായിട്ടിരിക്കുകയായിരുന്നല്ലേ. അതെങ്ങനെ അങ്ങനെ മാറിപ്പോയത്? ജനാധിപത്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിയമം ഈ കോടതിയിൽ ഇരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കോടതി ജനാധിപത്യപരമായിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ മോശമാണ്. അത് നമ്മൾ ഹെറാർക്കിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ജസ്റ്റിസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നിയമം ഉണ്ടാക്കിയത് ഭരണഘടന നിൽക്കുന്നതുകൊണ്ട് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് പ്രണയിക്കുന്നവർ വിചാരിക്കുന്ന അവർ തെറ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണ് അത് ആളുകളാണ് തെറ്റ് ചെയ്യുന്നു എന്നാണ്. ഏറ്റവും ശരിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രണയിക്കുന്നതാണ് ശരി, തെരഞ്ഞെടുപ്പാണ് ശരി. അല്ലാതെ അറവുശാലയിലെ പശുവിനെയൊക്കെ വിൽക്കുന്നത് പോലെ അല്ല. വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കച്ചവടം പോലെ നടക്കുന്നതല്ലേ. പെണ്ണ് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് കാണുകയാണ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ. എന്തായി കാണുന്നത്? ആ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും മെക്കാനിസം അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അവരുടെ സാഹചര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ആ പേഴ്സണിനെ അംഗീകരിച്ചിട്ടില്ല. ഒരു വോട്ടുള്ള ഒരു വ്യക്തി രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ജനാധിപത്യത്തിൽ അറിയേണ്ടതുണ്ട്. അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. അവരാണ് ശരി. അമ്മയും അച്ഛനും തെറ്റുകാരാണെന്നാണ് നമ്മൾ ഇന്ന് അറിയേണ്ടത്. നീ തിരഞ്ഞെടുത്ത ആളിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് പറയുന്നത് തെറ്റുകാരാണ് അമ്മയും അച്ഛനും. അല്ലാതെ അമ്മയുടെ അച്ഛൻ്റെയും തിരഞ്ഞെടുപ്പ് അല്ല ശരി, അമ്മയുടെ അച്ഛൻ്റെ അംഗീകാരം തേടുന്നതല്ല ശരി. നമ്മൾ തിരഞ്ഞെടുത്തതിനെ അംഗീകരിക്കാൻ പഠിക്കുന്ന അമ്മയും അച്ഛനായിട്ട് മാറാൻ അറിഞ്ഞുകൂടാത്ത അമ്മയും അച്ഛന്മാരുടെ ഗതികെട്ട ലോകത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന സമരവും ഈ പറയുന്ന ചിലവൊക്കെ ഈ അമ്മയച്ഛനിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇയാൾ ചിലവ് ചെയ്ത് ജീവിക്കാൻ ബാധ്യത വരുന്നത്. അല്ല പ്രളയത്തിന് ചിലവുണ്ടായിട്ടല്ല. നമ്മൾ ഈ കുടുംബത്തിനകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ കുടുംബത്തിനകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം. അപ്പോൾ നമ്മളിത് അച്ഛനും അമ്മയൊക്കെ നമുക്കിത് കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം. പിന്നെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കിക്കാനുള്ളൊരു ബുദ്ധിയും വേണം. ഇതിനൊക്കെ ഒരുപാട് തരത്തിലുള്ള പഠനം ആവശ്യമാണ്. നമ്മളാണെങ്കിൽ ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഒരു ജോലിയിലേക്ക് പോകും. അതിനുശേഷം നമ്മളിതൊക്കെ പഠിച്ചെടുത്ത് വേണം ഓരോ സമൂഹങ്ങളെ മാറ്റിയെടുക്കാൻ. പക്ഷേ ഒരു സോഷ്യൽ ഒരു സംവിധാനത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഇത് വരാതെ
ഇതിങ്ങനെ പോയാൽ ഒരു തരത്തിലും റിസൾട്ട് ആവൂലല്ലോ. നമുക്ക് അച്ഛനമ്മയെ പഠിപ്പിച്ചാലും പുറത്തിറങ്ങി ജീവിക്കണ്ടേ. അപ്പോൾ ഇതെങ്ങനെ എപ്പം മാറുമെന്നാണ്? എപ്പം മാറുകയല്ല, നമുക്കൊരു 3 തലമുറയുടെ പ്രശ്നമേ സത്യത്തിലുള്ളൂ. നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ക്ലാസ് റൂമുകൾ ജനാധിപത്യവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും മുൻവശത്തും പുറവശത്തും ബെഞ്ചിടുന്ന ലോകത്താണ് നമ്മളുള്ളത്. ജാതി സമൂഹം നിന്നിരുന്നിടത്ത് മുൻജാതിക്കാരിരിക്കുന്നതിൻ്റെ പുറകെ വശത്തെ മറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മുന്നിലും പുറകിലുള്ള ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടായത്. അതങ്ങനെ കാണാതെ പഠിക്കുന്നവരിയ്ക്കുന്നതാണെന്നൊക്കെ പിൽക്കാലത്ത് ഈ പറയുന്ന ന്യായമൊന്നും അല്ലത്. ജാതി സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് ഇതുവരെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂളിനകത്ത് ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് വിടുക എന്ന് പറയുന്നതാണ് നടക്കേണ്ടത്. അത് ഇതുവരെ ആരംഭിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സംഘർഷം അനുഭവിക്കുന്നത്. വീടുകളെന്ന് പറയുന്നത് പണ്ട് തൊട്ട് രാജാക്കന്മാർക്ക് വേണ്ടി പ്രജകളെ നിർമ്മിക്കുന്ന ഇടമാണ്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുകയും നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിച്ച് അനുസരണ പഠിപ്പിക്കുന്ന, അച്ചടക്കം പഠിപ്പിക്കുന്ന, അടക്കവും ഒതുക്കവും പഠിപ്പിക്കുന്ന വീടുകളെ ലോകത്തുള്ളൂ. അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന വീടുകളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ ബോധത്തിനകത്ത് നോക്കിയാൽ എല്ലാ വീടും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ്. അവിടെയാണ് നമ്മൾ പോയി ജനിക്കുന്നത്. ഇയാൾക്കൊരു തിരഞ്ഞെടുക്കാനൊരു ഇത് തരികയാണെന്ന് വയ്ക്കുക, ജീവൻ, ഇയാളുടെ ഒരു ജീവൻ പണ്ട് കാലത്ത് എങ്ങനെയാണല്ലോ ജീവൻ ആകാശത്തിരിക്കും എന്നൊക്കെ. അവിടെ ഇരുന്ന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീട്ടിൽ ജനിക്കും? ജനിക്കാനേ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു വീട് നാട്ടിലില്ല. ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു വീടില്ല. ഇത് പഴയ ഒരു സിസ്റ്റമാണ്. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടുകളാണ് അതല്ല. അല്ലാതെ അത് കുടുംബ ഭദ്രതയൊന്നുമല്ല, തടവറകളാണത്. തടവറയിൽ കംസൻ്റെ വീട്ട് പേടിക്കാതെ അതാണ് കൃഷ്ണനൊക്കെ ജനിക്കുന്ന പോലെയാണ് അവിടെ ജനിക്കുന്നത്. തടവറയിലാണ് ജനിക്കുന്നത്. പുറത്ത് പോയി അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന വീടുകളാണുള്ളത്. അല്ല അന്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീടും നാട്ടിലില്ല. നമ്മുടെ ആൾക്കാരോട് മാത്രമേ ഉണ്ടാവൂ എന്ന് പഠിപ്പിക്കുന്നിടമാണ് വീടുകളല്ല. ഇതുകൊണ്ടാണ് ജനാധിപത്യ പൗരബോധം ഉണ്ടാകുന്നത് ക്ലാസ് റൂമിലേ പറ്റൂ. ഇത് ആരംഭിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ആരംഭിക്കാൻ കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് ഈ കുട്ടികൾ ചെന്ന് വീട് മാറ്റത്തില്ല, പക്ഷേ അമ്മയും അച്ഛനും മരിച്ചു പോകും. അപ്പോൾ ഈ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജീവിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുത്തൻ വീടുകൾ രൂപപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 3-ാം തലമുറയാവേണ്ടി വരും. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യ പൗരബോധം ഇതുവരെ ഭരണഘടനയെ പറ്റി പറയാത്ത ക്ലാസ് റൂമുകളാണുള്ളത്. അവിടെ ഇതുവരെ തെരഞ്ഞെടുപ്പിനെ പറ്റി അനുവദിച്ചുള്ളൂ. പ്രണയങ്ങളെ നിഷേധിക്കുന്ന ഈ അമ്മയച്ഛന്മാരെ തന്നെ അധ്യാപകരാക്കി മാറ്റുന്ന അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന ക്ലാസ് റൂമുകൾ ആരംഭിക്കാതിരിക്കുന്നുണ്ട്. 70 വർഷം ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇന്ത്യയുടെ കാര്യമാണ് ഇത് പറയുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷമായി. പക്ഷേ ഇതുവരെ നമുക്ക് ക്ലാസ് റൂം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ആളുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു 3 തലമുറ കഴിയും. 20 വർഷമാണ് നമ്മളൊരു തലമുറയെ പറ്റി പറയാറുള്ളത്. അപ്പോൾ 60 വർഷം ശരിക്കും പറഞ്ഞാൽ 3 തലമുറ കഴിയേണ്ട സമയമായി. ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴും വോട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയമില്ലാത്ത ക്ലാസ് റൂംസാണ് ഉള്ളത്. പൗരബോധമുള്ള തിരഞ്ഞെടുക്കാനായിട്ട് 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കേണ്ടവരാണ്. ഈ വോട്ട് കൊടുക്കേണ്ട ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. കാരണം രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കണമെന്ന് വിചാരിച്ച് അവരുണ്ടാക്കിയ ക്ലാസ് റൂമാണ് അവരുണ്ടാക്കിയത്. അവരുടെ ഉദ്യോഗസ്ഥർ ഗുംസന്മാരെ ഉണ്ടാക്കാനാണ് അവരത് ചെയ്തത്. അവരെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമേ ഉള്ളൂ, സേവനമേ ഉള്ളൂ. അതിന് പറ്റുന്ന ആളുകൾ ഇതുവരെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് ഈ പഴയത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്.